എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധം തൃതീയ അധ്യായമാണ്. അതിൽ അവസാന ഭാഗത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർമ്മയോഗം. ആവിർഹോത്രൻ എന്ന മഹാത്മാവാണ് കർമ്മയോഗത്തെക്കുറിച്ച് നിമി ചക്രവർത്തിക്ക് വിസ്താരം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ 34 ശ്ലോകം മുതൽക്ക് തന്നെ വായിക്കാം. നാരായണ തത്വം നമ്മൾ വിശദമായി കണ്ടു. ആ ഭാഗം വായിച്ചിട്ട് കർമ്മയോഗം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശ സ്കന്ധേ തൃതീയോധ്യായഃ. രാജോവാച. നാരായണാഭിധാനസ്യ ബ്രഹ്മണഃ പരമാത്മനഃ നിഷ്ഠാം അർഹതനോ വക്തും യൂയം ഹി ബ്രഹ്മവിത്തമാഃ. പിപ്പലായന ഉവാച. സ്ഥിത്യുൽഭവ പ്രളയഹേതുരഹേതുരസ്യ യൽ സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. നൈതന്മനോ വിശതി വാഗുദചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യദാനലമർച്ചിഷസ്വാഹ. ശബ്ദോ വിബോധക നിഷേധതയാത്മമൂലം അർത്ഥോക്തമാഹ യദൃതേ ന നിഷേധസിദ്ധിഃ. സത്വം രജസ്തമ ഇതി ത്രിവൃദേകമാദൗ സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം. ജ്ഞാനക്രിയാർത്ഥഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ബാധി സദസച്ഛതയോഃ പരം യത്. നാത്മാ ജജാന ന മരിഷ്യതി നൈദധേസൗ ന ക്ഷീയതേ സവന വ്യഭിചാരിണാം ഹി. സർവത്ര ശശ്വതനവായുപലബ്ധിമാത്രം പ്രാണോ യതേന്ദ്രിയബലേന വികൽപ്പിതം സത്. അണ്ഡേഷു പേശിഷു തരുഷ്വവിനിശ്ചിതേഷു പ്രാണോ ഹി ജീവമുപദാവതി തത്ര തത്ര. സന്നേ യദിന്ദ്രിയഗണേഹമി ച പ്രസുപ്തേ കൂടസ്ഥ ആശയമൃതേ തദനുസ്മൃതിർനഃ. യർഹ്യബ്ജനാഭചരണൈഷണയോരുഭക്ത്യാ ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി. തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യദാമലദൃശോഃ സവിതൃപ്രകാശഃ.
രാജോവാച കർമ്മയോഗം വദത നഃ പുരുഷോ യേന സംസ്കൃതഃ വിദൂയേഹാശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. ഏവം പ്രശ്നം ഋഷീൻ പൂർവമപൃച്ഛം പിതുരന്തികേ നാബ്രുവൻ ബ്രഹ്മണഃ പുത്രാഃ തത്ര കാരണമുച്യതാം. ആവിർഹോത്ര ഉവാച കർമാ കർമ്മ വികർമ്മേതി വേദവാദോ ന ലൗകികഃ വേദസ്യ ചേശ്വരാത്മത്വാദ് തത്ര മുഹ്യന്തി സൂരയഃ. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തെ അഗതം യദാ നാചരേത്യസ്തു വേദോക്തം സ്വയം അജ്ഞോജിതേന്ദ്രിയഃ വികർമ്മണാ ഹി അധർമ്മേണ മൃത്യോഃ മൃത്യുമുപൈതി സഃ. വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാം ലഭതേ സിദ്ധിം രോചനാർത്ഥാ ബലശ്രുതിഃ. യ ആശു ഹൃദയഗ്രന്ഥിം നിർജിഹീർഷുഃ പരാത്മനഃ വിധിനോപചരേദ്ദേവം തന്ത്രോക്തേന ച കേശവം. ലബ്ധാനുഗ്രഹ ആചാര്യാത് തേന സന്ദർശിതാഗമഃ മഹാപുരുഷമഭ്യർച്ചേത് മൂർത്യാഭിമതയാത്മനഃ. ശുചിഃ സമ്മുഖമാസീനഃ പ്രാണസംയമനാദിഭിഃ പിണ്ഡം വിശോദ്യ സന്യാസകൃതരക്ഷോർച്ചയേദ്ധരിം. അർച്ചാദൗ ഹൃദയേ ചാപി യഥാ ലബ്ധോപചാരകൈഃ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യ ചാസനം. പാദ്യാദീനുപകൽപ്യാധ സന്നിധാപ്യ സമാഹിതഃ ഹൃദാദിവികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേത്. സാംഗോപാംഗാംസ പാർഷദാം താം താം മൂർത്തിം സ്വമന്ത്രതഃ പാദ്യാർഘ്യാജമനീയാദ്യൈഃ സ്നാനവാസോ വിഭൂഷണൈഃ ഗന്ധമാല്യാക്ഷതസ്രഗ്ഭിഃ ധൂപദീപോപഹാരകൈഃ സംഗം സംപൂജ്യ വിധിവത് സ്തവൈഃ സ്തുത്വാ നമേധരിം. ആത്മാനം തന്മയം ധ്യായൻ മൂർത്തിം സംപൂജയേത് ഹരേഃ ശേഷാമാദായ ശിരസി സ്വധാമ്യുദ്വാസ്യ സത്കൃതം. ഏവമഗ്ന്യർക്കതോ യാദൗ അതിഥൗ ഹൃദയേ ച യഃ യജതീശ്വരമാത്മാനം അചിരാന്മുച്യത്തെ ഹി സഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ തൃതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധത്തിലെ 3-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമി നവയോഗി സംവാദം. സൂര്യവംശത്തിലെ ഇക്ഷ്വാകു ചക്രവർത്തിയുടെ പുത്രനാണ് നിമി ചക്രവർത്തി. ആ നിമി ചക്രവർത്തിയുടെ ഒരു സത്രം നടത്തുന്ന സഭയിലേക്ക് ഋഷഭപുത്രന്മാരായിട്ടുള്ള 9 പേർ യോഗികൾ, നവയോഗികൾ എന്നറിയപ്പെടുന്നവർ വന്നു ചേർന്നതും ആ
നിമി ചക്രവർത്തി ഈ 9 പേരോടും ഭാഗവത ധർമ്മങ്ങളെ പല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ആ ഭാഗങ്ങളാണ്, പ്രകരണമാണ് ഏകാദശ സ്കന്ധം 2, 3, 4 3 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ 2 യോഗികൾ, കവി, ഹരി. അത് കഴിഞ്ഞ് 3-ാമത്തെ അധ്യായം അഥവാ ഭാഗവത അല്ലെങ്കിൽ നിമി നവയോഗി സംവാദത്തിൽ 2-ാമത്തെ അധ്യായം. അതിൽ 4 സംവാദങ്ങളാണ്, 4 യോഗികളുടെ മറുപടികളാണ്. അതിൽ 4-ാമത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 6 യോഗികളായി. ഇനിയുള്ളത് 3 യോഗികൾ അടുത്ത അധ്യായത്തിൽ വരും. ആവിർഹോത്രൻ കഴിഞ്ഞാൽ ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, അങ്ങനെ 3 പേര് വരാനിരിക്കുന്നു. 3 പേരുടെ വിഷയങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ഇത് കണ്ടത് പിപ്പലായനൻ എന്ന മഹർഷി ഉപദേശിക്കുന്ന നാരായണ തത്വം 6 ശ്ലോകങ്ങളെ കൊണ്ട് വിശദമായി കണ്ടു. അതിനുശേഷം പിന്നീട് നിമി ചക്രവർത്തിയുടെ ചോദ്യം, കർമ്മയോഗം വദത നഹ, ഞങ്ങൾക്ക് കർമ്മയോഗം പറഞ്ഞു തരൂ. പുരുഷ ഏന സംസ്കൃത വിദൂയ ഇഹ ആശു കർമാണി നൈഷ്കർമ്മ്യം വിന്ദതേ പരം. ഏതൊരു കർമ്മയോഗത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സംസ്കരിക്കപ്പെട്ടതായിട്ടുള്ള മനുഷ്യൻ ഭഗവത് തത്വത്തെ അറിയാൻ കഴിയും, അല്ലെങ്കിൽ നൈഷ്കർമ്മ്യം എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും. എല്ലാ കർമ്മങ്ങളെയും ശമിപ്പിച്ച്, കർമ്മവാസനകളെയെല്ലാം ക്ഷയിപ്പിച്ച് നൈഷ്കർമ്മ്യം എന്നുള്ളതായിട്ടുള്ള ബ്രഹ്മതത്വത്തെ, പരം നൈഷ്കർമ്മ്യം, കർമ്മരഹിതമായ ആ ആത്മതത്വത്തെ വിന്ദതേ, ഏന വിന്ദതേ, എപ്രകാരമായാൽ പ്രാപിക്കുമോ ആ കർമ്മയോഗത്തെ പറഞ്ഞു തരൂ എന്നാണ്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും സംസ്കരിക്കാനുള്ളതാണ്. ഏന സംസ്കൃത എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതമേ സംസ്കരിക്കാനുള്ളതാണ് അല്ലേ? നമ്മളത് തൃതീയ സ്കന്ധത്തിൽ കർദമചരിതം പറഞ്ഞപ്പോൾ കർദമൻ എന്ന പേര് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കർദമം എന്നാൽ അഴുക്കാണ്. അപ്പം അഴുക്കോട് കൂടിയവനാണ് കർദമൻ. അഴുക്ക് കഴുകുകയാണ് കർദമന്റെ പണി. അഴുക്ക് കഴുകാനുള്ള മാർഗമാണ് പ്രവൃത്തി മാർഗം. അതിനാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചുകൊണ്ട് പ്രവൃത്തി മാർഗത്തിലൂടെ, അഥവാ തൻ്റെ കർമ്മങ്ങളെ മുഴുവൻ അനുഷ്ഠിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ ഈശ്വര ആരാധനയാക്കിക്കൊണ്ട് ഒപ്പം ഈശ്വരാരാധന ചെയ്തുകൊണ്ട് കർമ്മങ്ങളെ ക്ഷയിപ്പിക്കുകയാണ് വേണ്ടത്, കഴുകിക്കളയുകയാണ് വേണ്ടത്. കർദമമാകുമ്പോൾ ചെളിയായിരുന്നു, ആ ചെളിയെ കഴുകിക്കളയൽ തന്നെയാണ് സംസ്കാരം. അപ്പം നമ്മൾ ഓരോരുത്തരും ഇവിടെ ജന്മമെടുത്തത് കർമ്മമൂലമാണ് അല്ലേ? ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുത്തതു കർമ്മമൂലം. കർമ്മമൂലമാണ് ജന്മം. കർമ്മമെടുത്തത് അനുരാഗം മൂലം. അനുരാഗം എന്നാൽ ആസക്തി തന്നെയാണ്, വാസന തന്നെയാണ്. അപ്പോൾ ആ പൂർവ്വവാസനകൾ ഉള്ളത് കൊണ്ടാണ്, ആ പ്രാരബ്ധം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജന്മമെടുത്തിരിക്കുന്നത്. ഇനി ഈ ജന്മത്തിൽ ചെയ്യാനുള്ളത് നമ്മൾ ഈ ജന്മത്തിൽ കൊണ്ടുവന്ന പ്രാരബ്ധ കർമ്മങ്ങളെ കൊണ്ട്, ഇതാണിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സോപ്പ്. പ്രാരബ്ധ കർമ്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള സോപ്പാണെന്ന് കരുതുക. എന്നിട്ട് ആ സോപ്പാകുന്ന അഴുക്കുകൊണ്ട് ശരീരത്തിൽ കൂടുതൽ അഴുക്കുണ്ട്, ധാരാളം അഴുക്കുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആർജിച്ച അഴുക്കുണ്ട്. അതിനെ വൈകുന്നേരമാകുമ്പോൾ നല്ലോണം സോപ്പ് തേച്ച് കുളിക്കുക. എന്നിട്ടോ സോപ്പിനെയും കഴുകിക്കളയുക. അഴുക്ക് കഴുകിക്കളയുന്നതോടൊപ്പം
സോപ്പും കഴുകിക്കളയുക. സോപ്പ് ഒരു അഴുക്കാണ്. പക്ഷേ നേരത്തെയുള്ള അഴുക്കിനെ ഇളക്കണമെങ്കിൽ, അതിനെ കഴുകിക്കളയാൻ കഴിയണമെങ്കിൽ പുതിയൊരഴുക്ക് ചേർക്കണം. സോപ്പ് എന്ന അഴുക്ക് തേക്കണം. എന്നിട്ട് ചെളി കളയുന്നതിൻ്റെ ഒപ്പം എത്ര വില പിടിച്ച സോപ്പാണെങ്കിലും അതിൻ്റെ പതയും അതിൻ്റെ അംശങ്ങളൊക്കെ അഴുക്കാണ്. അതും കഴുകിക്കളഞ്ഞാലേ ശരീരം ശുദ്ധമാകുള്ളൂ. അല്ലേ? നമ്മൾ കുളി കഴിഞ്ഞിട്ട് ശരീരത്തിൽ അവിടെ സോപ്പ് ബാക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടമാകുമോ? മറ്റൊരാൾ കണ്ടാലും പരിഹസിക്കില്ലേ? ഞങ്ങൾക്ക് ഈ താടിക്കാർക്കൊക്കെ വലിയ കഷ്ടമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കും സോപ്പ്. എത്ര കഴുകിയാലും പിന്നെയും ചിലപ്പോൾ ബാക്കിയുണ്ടാവും. വീണ്ടും പോയി കഴുകുക തന്നെ. അപ്പോൾ അതൊരു ഇറിറ്റേഷനാണ്. സോപ്പ് ശരീരത്തിൽ നിൽക്കുന്നത് അഴുക്കാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ കൂടുതൽ അഴുക്കിനെ കഴുകിക്കളയാനായിട്ട് ചെറിയൊരു സോപ്പ് മതി എന്നതുപോലെയാണ് ഈ പ്രാരബ്ധം. ഈ ജന്മത്തിൽ നമുക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളാണ്, പ്രാരബ്ധ കർമ്മങ്ങളാണ് സഞ്ചിതത്തെ കഴുകിക്കളയാനുള്ള സോപ്പ്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളിൽ ആർജിച്ച അഴുക്ക്, അത് കഴുകിക്കളയാനുള്ളതാണ്. അപ്പം ഇങ്ങനെ സംസ്കാര കർമ്മമാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ സംസ്കാര കർമ്മങ്ങളാവണം എന്ന് വെച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന കർമ്മങ്ങൾ ആവണം. ശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാവണമെങ്കിൽ അത് ഈശ്വരാർപ്പിതമാകണം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. അതുകൊണ്ട് തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മമല്ലാതെ മറ്റു കർമ്മങ്ങളെല്ലാം കർമ്മബന്ധന കാരണമാകുന്നു. അതുകൊണ്ട് അർജുന, നീ യജ്ഞാർത്ഥമായി കർമ്മം ചെയ്യൂ. ആ യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മം അതല്പമാണെങ്കിൽ പോലും ഉത്തമം തന്നെയാണ്. അതിന് ദോഷമില്ല. നേഹ അഭിക്രമ നാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ കർമ്മയോഗം എന്ന ധർമ്മം അല്പമെങ്കിലും അഭ്യസിച്ചാൽ, നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അല്പമെങ്കിലും ചെയ്താൽ മഹതോ ഭയാത് ത്രായതേ. അതുകൊണ്ട് നമ്മുടെ ജീവിതം സംസ്കരിക്കാനുള്ളതാണ്, നമ്മെ സ്വയം ശുദ്ധീകരിക്കാനുള്ളതാണ്. നമ്മുടെ അജ്ഞാനവും അജ്ഞാനജന്യമായ മാലിന്യങ്ങളും വാസനാമാലിന്യങ്ങളും കഴുകിക്കളയാനുള്ളതാണ് ഈ മനുഷ്യജീവിതം. ഈ മനുഷ്യജീവിതത്തിൽ അല്ലാതെ കഴുകിക്കളയാൻ വേറെ വഴിയില്ല. മറ്റു ജന്മങ്ങളൊക്കെ അഴുക്ക് കൂടാനേ സഹായിക്കുള്ളൂ. അഴുക്ക് കഴുകിക്കളയണമെങ്കിൽ ഇവിടുത്തെ പ്രയത്നം കൊണ്ടാണ് സാധിക്കുക. അതുകൊണ്ട് ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം എന്ന് ആചാര്യൻ പാടിയതുപോലെ എങ്ങനെയോ ദുർലഭമായിട്ടുള്ള നരജന്മം കിട്ടി. അതുകൊണ്ട് അതിനെ പാഴാക്കിക്കളയാതെ ഈ അഴുക്ക് കഴുകിക്കളഞ്ഞ് ഈശ്വര സാക്ഷാത്കാരത്തിനായിക്കൊണ്ട്, ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് പ്രയത്നം ചെയ്യേണ്ടതാണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നെ നിമി ചക്രവർത്തിയുടെ പക്വതയുണ്ട്. കാര്യങ്ങളൊക്കെ കുറേ അറിയാം. അപ്പോൾ എങ്കിലും കൂടുതൽ വിശദമാക്കി പറഞ്ഞു തരാനാണ് പറഞ്ഞത്. കർമ്മയോഗം വദത നഹ, ഞങ്ങളോട് കർമ്മയോഗത്തെ പറയും. ഇതേ ചോദ്യം ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ്റെ സവിധത്തിൽ വെച്ച്, ഇക്ഷ്വാകുവിൻ്റെ സന്നിധിയിൽ വെച്ച് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ ഋഷീശ്വരന്മാരോട് ഞാൻ ചോദിച്ചു, സനകാദികളോട് ഞാൻ ചോദിച്ചു. പക്ഷേ നാബ്രുവൻ, അവർ പറഞ്ഞില്ല. തത്ര കാരണം ഉച്യതാം, എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു തരാതിരുന്നത്? അതിനുള്ള കാരണവും പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്.
എന്തുകൊണ്ടാണ് സനകാദികൾ പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതിവിടെ പ്രത്യക്ഷമായി ഉത്തരരൂപത്തിൽ പറയുന്നില്ല. എങ്കിലും സൂചനകൾ നൽകുകയാണ്. കർമ്മം, അകർമ്മം, വികർമ്മം ഇങ്ങനെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതി വേദവാദ, വേദം പറഞ്ഞിട്ടുണ്ട്. വേദത്തിൻ്റെ വാക്കുകളാണ് കർമ്മം, അകർമ്മം, വികർമ്മം. ലൗകിക, ലോകരുടെ വാക്കുകളല്ല ഇത്, സാധാരണക്കാരുടെ വാക്കുകളല്ല. വേദം എന്ന് പറയുമ്പോൾ ജ്ഞാനികളുടെ, ഋഷീശ്വരന്മാരുടെ, ഈശ്വരൻ്റെ വചനം തന്നെയാണ്. അപൗരുഷേയമാണ് വേദങ്ങൾ. ആ ഈശ്വരൻ്റെ നിയമങ്ങളെ, ഈശ്വരൻ്റെ വചനങ്ങളെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നവരാണ് ഋഷീശ്വരന്മാർ. അവരുടെ തപസ്സിലാണ് അവർ അന്വേഷിച്ചത്. തപസ്സുകൊണ്ട് കണ്ടെത്തിയതാണ്. ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ലോക നന്മയ്ക്കായിക്കൊണ്ട് ആ ഈശ്വരൻ്റെ നിയമങ്ങളെ അവർക്ക് അനാവരണം ചെയ്ത് കിട്ടിയത് ഋഷീശ്വരന്മാർ ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് വേദങ്ങൾ. അപ്പം അത് വിവരമില്ലാത്ത മന്ദബുദ്ധികളായ വിഷയലമ്പടന്മാരായ ബഹിർമുഖന്മാരായ ആളുകളുടെ വാക്കുകളല്ല, തള്ളിക്കളയേണ്ട വാക്കുകളല്ല, ബാലവാക്യങ്ങളല്ല. അത് വേദവാദമാണ്, ഈശ്വരവചനങ്ങളാണ്, ഋഷിവചനങ്ങളാണ്. വേദസ്യ ച ഈശ്വരാത്മത്വാത്, വേദം ഈശ്വരാത്മകമാണ്, ഈശ്വരാത്മത്വമുള്ളതാണ്. ഈശ്വരൻ തന്നെയാണ് വേദം, പ്രത്യക്ഷ ബ്രഹ്മമാണ് വേദം, ശബ്ദബ്രഹ്മം എന്നും അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. ശബ്ദത്തിലൂടെ വേദത്തെ, ഈശ്വരനെ അറിയാൻ, ബ്രഹ്മത്തെ അറിയാൻ ഉള്ള പ്രമാണം, ആകെയുള്ള പ്രമാണം ശബ്ദബ്രഹ്മമായ വേദം മാത്രം. ബാക്കി ഒരു പ്രമാണങ്ങളെ കൊണ്ടും അറിയാൻ കഴിയുന്നതല്ല. നമ്മൾക്ക് പല രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് അറിയുക. പ്രത്യക്ഷമായി അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതിനെയാണ്. അനുമാനം എന്നുള്ളത് പ്രത്യക്ഷമായി കാണുന്നതിൽ നിന്ന് കാണാത്തതിനെക്കുറിച്ച് ഊഹിക്കുന്നതിനെയാണ് അനുമാനം എന്ന് പറയുക. അതുപോലെ നമ്മുടെ അനുഭവം ഉണ്ട്. അപ്പോൾ അനുഭവങ്ങൾ എല്ലാമൊന്നും നമ്മൾക്ക് കൃത്യമായിട്ട് വിശകലനം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അനുഭവങ്ങൾ പലതും തെറ്റായ അനുഭവങ്ങളാവാം, അതിൻ്റെ വിലയിരുത്തലുകൾ തെറ്റായി പോകാം. അപ്പോൾ നമ്മുടെ സ്വന്തം അനുഭവവും അവസാനം അത് പരീക്ഷിച്ച് നോക്കേണ്ടത്, ഉരച്ച് നോക്കേണ്ടത് ഈ പറഞ്ഞ വേദവാക്കുകളുമായി ചേർന്ന് പോകുന്നുണ്ടോ എങ്കിൽ നമ്മുടെ അനുഭവം വിലയിരുത്തിയത് ശരിയാണ്. അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് നമ്മുടെ അനുഭവത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്പബുദ്ധിയാണ്. അപ്പോൾ അനുഭവത്തെ ശബ്ദവുമായിട്ട് അഥവാ വേദവുമായിട്ട് ഉരച്ച് നോക്കണം. നമ്മുടെ അനുഭവം, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശാസ്ത്രങ്ങൾക്ക്, പ്രമാണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാണോ, അതുമായി യോജിക്കുന്നതാണോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ വേദം എന്നുള്ളത്, ശബ്ദബ്രഹ്മം എന്നുള്ളത് ആപ്തന്മാരുടെ വാക്യങ്ങളാണ്. ആപ്തന്മാരെന്ന് പറഞ്ഞാൽ മുമ്പേ പ്രാപിച്ചവർ, നമ്മൾക്ക് മുമ്പേ സത്യത്തെ അറിഞ്ഞവർ, സത്യം സാക്ഷാത്കരിച്ചവർ. അപ്പോൾ അതുമാത്രമേ നമ്മുടെ കയ്യിൽ പിടിവള്ളിയായിട്ട് ഉള്ളൂ, പ്രമാണമായിട്ട് ഉള്ളൂ. അപ്പോൾ ഈ ആത്മാവിനെ സംബന്ധിച്ച്, ഈശ്വരനെ സംബന്ധിച്ച്, പരബ്രഹ്മം അഥവാ പരമാത്മാ എന്നൊക്കെ നമ്മൾ പറയുന്ന ശബ്ദങ്ങൾക്ക് യഥാർത്ഥ പ്രമാണം ഈ ശാസ്ത്രങ്ങളാണ്, വേദങ്ങളാണ്, ആപ്തവാക്യങ്ങളാണ്, ഋഷീശ്വരന്മാരുടെ വചനങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വേദസ്യ ച ഈശ്വരാത്മത്വാത് തത്ര മുഹ്യന്തി സൂരയഃ, ഈ വിഷയത്തിൽ സൂരികൾ പോലും മോഹിക്കുന്നു. വലിയ പണ്ഡിതന്മാർ
വലിയ ദീർഘദർശികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ പോലും മോഹിക്കുന്നുണ്ട്. ഇത് വേദത്തിൻ്റെ വാക്യങ്ങളെ അവിടെ എടുത്ത് നോക്കുമ്പോഴാണ് മോഹിച്ചു പോകുക. വേദവാക്യങ്ങൾ അതിൻ്റെ പൂർവ അപര ബന്ധങ്ങളോടുകൂടി വേണം മനസ്സിലാക്കാനായിക്കൊണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക, താലീപാകന്യായേന എവിടുന്നെങ്കിലും എടുത്ത് ബന്ധുവോ നോക്കുന്നത് പോലെ നോക്കിയാൽ പോരാ. കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ കടലിൽ ഉപ്പുവെള്ളമാണെന്ന് അറിയുന്നത് പോലെ ഈ വേദവാക്യങ്ങളിലെ കഷ്ണം എടുത്തിട്ട് അതിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെയാണ് തെറ്റുകൾ പറ്റുക. അതുപോലെ വേദത്തിൻ്റെ ഒരു പദത്തിന് അനേക അർത്ഥങ്ങളുണ്ടാവും. അതിൽ ഏതർത്ഥമാണ് എന്നുള്ളത്, നാനാർത്ഥങ്ങളിൽ ഏതർത്ഥം ഇവിടെ സ്വീകരിക്കണം എന്നുള്ളത് പൂർവാപര കോണ്ടെക്സ്റ്റ് വെച്ച് വിലയിരുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു അർത്ഥം മാത്രം പഠിച്ചു വെച്ചാൽ അബദ്ധം പറ്റും. നമ്മുടെ എന്താ പറയുക, ഭാരതത്തിൻ്റെ ഈ പറഞ്ഞ സാഹിത്യങ്ങളെ, വൈദിക സാഹിത്യങ്ങൾ, പുരാണ ഇതിഹാസങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം മാക്സ് മുള്ളർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ പണ്ഡിതൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദ ബുക്സ് ഓഫ് ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞ് 50-ലധികം വോള്യൂംസാണ്, വലിയ വലിയ ബുക്സാണ് ഈ ബുക്സ് ഓഫ് ഓറിയൻ്റൽസ് എന്ന് മാക്സ് മുള്ളർ നമ്മുടെ സാഹിത്യത്തെ മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയിലേക്കും മറ്റൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒറിജിനലി ജർമ്മനാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതിന് സംസ്കൃതം പഠിക്കണം, സംസ്കൃതം പഠിച്ച് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഈ വേദവാക്യങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അവിശ്വാസം ജനിപ്പിക്കണം ഇവിടുത്തെ ജനതയിൽ. എന്നിട്ട് അവരിതെല്ലാം ചവറ്റുകൊട്ടയിലിടണം. ഇതെല്ലാം തള്ളുപടിയാണ്, ഒന്നിനും കൊള്ളാത്ത കുറേ അന്ധവിശ്വാസങ്ങളുടെ, കുറേ വിഡ്ഢികളുടെ വചനങ്ങളാണ് എന്നെല്ലാമുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിനെല്ലാം എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയണം. അതാണ് അദ്ദേഹത്തിൻ്റെ വരുമ്പോഴുണ്ടായിരുന്ന ഉദ്ദേശ്യം. പിന്നീട് അദ്ദേഹം സംസ്കൃതം പഠിച്ച് അതിൽ അഭിരുചി വർദ്ധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ ബുക്സ് ഓഫ് ഓറിയൻ്റൽസ് എഴുതുന്നത്. അപ്പോൾ ഓരോന്നും അദ്ദേഹം തനിക്കറിയാവുന്ന സംസ്കൃതം കൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെയാണ് പിന്നീടുണ്ടായ പല പണ്ഡിതന്മാരും വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളായി കോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ. ജവഹർലാൽ നെഹ്റു പോലും ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള തൻ്റെ പുസ്തകം എഴുതുമ്പോൾ അതിനൊക്കെ ബേസാക്കി വെച്ചത് ഈ മാക്സ് മുള്ളറുടെയും മറ്റൊക്കെ സാഹിത്യമാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനും വഴിതെറ്റിയിട്ടുണ്ട്, ധാരാളം വഴിതെറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും വേറെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വേദത്തിൻ്റെ വാക്കുകൾ പണ്ഡിതന്മാരെ പോലും മോഹിപ്പിക്കുന്നതാണ്. അതാണ് തത്ര മുഹ്യന്തി സൂരയ. അപ്പം അത് അല്പനേരം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അതിന് ഒരു ഗുരുവിൻ്റെ കീഴിൽ കുറച്ചു കാലം ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് പഠിക്കുകയും അഭ്യസിക്കുകയും വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സനകാദികളൊന്നും പറയാതെ പോയത് എന്നും
ഒരു വ്യാഖ്യാനം പറയാം. എങ്കിലും ഞാൻ ഇന്നലെ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യം പറഞ്ഞു. സനകാദികൾ ഒന്നാമത് പ്രവൃത്തിധർമ്മം സ്വീകരിച്ചവരായിരുന്നില്ല. അവർ കർമ്മയോഗം അനുഷ്ഠിച്ചവരായിരുന്നില്ല. അവർ നേരെ നിവൃത്തിധർമ്മത്തിലേക്ക് വന്നവരാണ്. നല്ല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഫ്ലൈറ്റ് കയറി ഒരു ഭാഗത്തെത്തിയവർക്ക് റോഡ് മാർഗമുള്ള വഴി അറിയണമെന്നില്ല. മുമ്പ് റോഡ് മാർഗം വഴിക്ക് പോയിട്ടില്ലെങ്കിൽ, ഒരിക്കലും റോഡ് മാർഗം വഴി പോയിട്ടില്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരാൾക്ക് റോഡ് മാർഗം എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, അതൊന്നും അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സനകാദികൾ പ്രവൃത്തി മാർഗമായ കർമ്മയോഗത്തെ പറയാതിരുന്നത്. തങ്ങൾ നിവൃത്തി മാർഗത്തിൻ്റെ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. അതുകൊണ്ട് നിവൃത്തി മാർഗം മാത്രമേ അവർ എവിടെയും ഉപദേശിച്ചിട്ടുള്ളൂ. അപ്പം അതാണ് തത്ര മുഹ്യന്തി സൂരയ, ഈ വിഷയത്തിൽ സൂരികൾ പോലും മോഹിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് തുടരാം. 44-ാമത്തെ ശ്ലോകം. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ ഹഗതം തഥാ. പരോക്ഷവാദോ വേദോയം ബാലാനാമനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ ഹഗതം യഥാ. പരോക്ഷവാദഃ വേദഃ അയം. അയം വേദഃ പരോക്ഷവാദഃ. അയം വേദഃ, ഈ വേദം ഉണ്ടല്ലോ, വേദം, ഈ വേദം പരോക്ഷവാദമാണ്. പരോക്ഷവാദം എന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടി പറയുന്നത്, നേരെ പറയാത്തത് ഒക്കെയാണ്. പ്രത്യക്ഷം ആയിട്ട് ഡയറക്റ്റായിട്ട് കാര്യങ്ങളെ പറയില്ല. എന്തുകൊണ്ട്? ആ ഡയറക്റ്റ് പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്തവരോട് ഡയറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ബാലാനാം അനുശാസനം എന്ന് പറഞ്ഞത്. ബാലന്മാരോടുള്ള അനുശാസനമാണ്. ഇവിടെ ബാലന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും തുടക്കക്കാരായിട്ടുള്ളവർ, അറിവ് കുറഞ്ഞവർ എന്നൊക്കെ അർത്ഥം. പക്വമതികളല്ലാത്തവർ. അപ്പോൾ പക്വമതികളല്ലാത്തവരോട് നമ്മൾ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് പറയാൻ പാടില്ല. അവർക്കത് ഗ്രഹിക്കാനുള്ള സാമർഥ്യം ഇല്ല. അതുകൊണ്ട് ഇത്തിരി വളച്ചൊക്കെ പറയണം, നേരിട്ട് പറയാൻ പാടുള്ളതല്ല. അതാണ് പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം. പല കാര്യങ്ങളും കൊച്ചുകുട്ടികൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളതിന് നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാറായിട്ടില്ല അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ പലതും വളച്ചു കെട്ടിയിട്ടൊക്കെ പറയാം. എന്തെങ്കിലും കഥകളും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്? കല്യാണം കഴിയാതിരുന്നാൽ കുട്ടികൾ ഉണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത്? അങ്ങനെയൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്? കൊച്ചു കുട്ടികൾ ചോദിക്കും, ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ ആ ഉണ്ടായ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കുട്ടികളോട് അവരുടെ ഭാഷയിൽ പറയും, ഇന്ന ക്ഷേത്രത്തിൽ ചെന്ന് അമ്പാട്ടിയോട് പ്രാർത്ഥിച്ചു, അപ്പോൾ അമ്പാട്ടി അനുഗ്രഹിച്ച് തന്നതാണ്. അമ്പാട്ടി തന്നെയാണ് ഗർഭത്തിൽ വയറ്റിൽ വന്ന് പറഞ്ഞത്, അപ്പം നീയായിട്ട് വന്നിരിക്കണത് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കഥകൾ അമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ തൽക്കാലം അവരുടെ ബുദ്ധിയെ, അവരുടെ
ജിജ്ഞാസയെ ശമിപ്പിക്കുക. അപ്പം അതുപോലെ എല്ലാറ്റിൻ്റെയും തത്വം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ശ്രദ്ധ കുറയും. അതൊരു വാസ്തവമാണ്. എല്ലാ തത്വങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ശ്രദ്ധയുണ്ടാവില്ല. ഇപ്പോൾ പല ക്ഷേത്രങ്ങളും അവിടെ വഴിപാടുകൾക്ക് പട്ടിക എഴുതി വച്ചിട്ടുണ്ട്. ഒരു വഴിപാട് പട്ടികയിലും കാണാറില്ല മോക്ഷത്തിന് എന്ന് പറഞ്ഞിട്ട്. ഇന്ന വഴിപാട് മോക്ഷത്തിന്. അവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ഫോട്ടോ എടുത്ത് അയക്കണേ. അവിടെ വഴിപാടുകളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? കല്യാണം കഴിയാൻ, ഭർത്താവിന് ആയുസ് നീണ്ടു കിട്ടാൻ, സൗമംഗല്യത്തിന് എന്ന് പറയും. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാൻ, ഉദ്യോഗ ലബ്ധിക്ക്, ഭൂമി ലബ്ധിക്ക്, അല്ലേ, അങ്ങനെ ഓരോന്നിനും, വിദ്യാലാഭത്തിന്, ശത്രുനാശത്തിന് വഴിപാടുകൾ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവർ ജപിക്കുന്ന മന്ത്രങ്ങളോ ചൊല്ലുന്ന സൂക്തങ്ങളോ ഒക്കെ നല്ലോണം അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അതിൻ്റെ തത്വമൊക്കെ മനസ്സിലാക്കിയാലോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ അതിലുണ്ടാവുകയില്ല. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും എഴുതി വച്ചിരിക്കുന്നത് പുരുഷ സൂക്തം സന്താന ലാഭത്തിന്. വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളിലും ആദ്യം എഴുതി വെച്ചിട്ടുണ്ടാവും പുരുഷ സൂക്തം സന്താന ലാഭത്തിന്. അതാണോ അതിൻ്റെ ഉദ്ദേശ്യം? പുരുഷ സൂക്തത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ജപിച്ചാൽ നിങ്ങൾക്ക് സന്താനം ഉണ്ടാവും? യഥാർത്ഥ സന്താനം സംഭവിക്കും. സമ്യക് തനോതി, തനുതേ എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുക എന്നാണ്. അവനവൻ്റെ ആത്മാവിനെ അറിഞ്ഞ് സ്വയം വികസിക്കുകയാണ് ഇവിടെ വിസ്താരം. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ള അറിവാണ് അവിടെ ഉണ്ടാകുന്നത്. പുരുഷ സൂക്തത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് തന്നെ താനാക്കുന്ന ചൈതന്യം. ആ വിരാട് പുരുഷൻ തന്നെയാണ് തൻ്റെ ശരീരമായിരിക്കുന്നതും തൻ്റെ അന്ധകരണങ്ങളായിരിക്കുന്നതും എല്ലാമായിരിക്കുന്നതും താനായിരിക്കുന്നതും. ആ വിരാട് പുരുഷനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന അതാണ് ഈ പുരുഷ സൂക്തത്തിൻ്റെ സാരം. അഖിലം ഞാനെന്ന തത്വമറിയുകയാണ്. അതുതന്നെയാണ് യഥാർത്ഥ സന്താനം. അങ്ങനെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ ആരെങ്കിലും പിന്നെ വഴിപാട് ചെയ്യോ? ക്ഷേത്രത്തിൽ ഓരോരോ ക്ഷേത്രത്തിലും പല പല വഴിപാടുകളുണ്ട്. ആ വഴിപാടുകളുടെ എന്താ പറയുക, എണ്ണവും ഗാംഭീര്യവും കൂടുന്നതിനനുസരിച്ച് അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും. ഓരോ ക്ഷേത്രങ്ങളും പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരും, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. എങ്ങനെ ക്രൗഡിനെ ആകർഷിക്കാം, ഈ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകളെ എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ എന്താ പറയുക ചിന്തിച്ചിട്ടാണ് അവർ വിഡ്ഢിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഈ ആനയും കരിമരുന്നും അതുപോലെയുള്ള മിമിക്രിയും വേടൻ്റെ പാട്ടുകളും അതുപോലെയുള്ള തല്ലിപ്പൊളി ഗാനമേളകളും ഈശ്വരവിരുദ്ധമായിട്ടുള്ള കഥകൾ പറയുന്ന കഥാപ്രസംഗങ്ങളും നാടകങ്ങളും അല്ലേ, ഇതൊക്കെ ക്ഷേത്രത്തിൽ ആളെ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഡ്ഢികൾ ഇതെല്ലാം നടത്തുന്നത്. അങ്ങനെ ആളെ കൂട്ടിയിട്ട് എന്താ ഇപ്പം കാര്യം? ക്ഷേത്രത്തിൽ ഭക്തിയുള്ളവരാണ് വരേണ്ടത്. ഭഗവാനെ കാണണം എന്ന് താല്പര്യമുള്ളവർ വരട്ടെ.
എന്ന് വിചാരിക്കണം. ഇവിടെ ആളെ കൂട്ടാൻ വേണ്ടി, തിരക്കുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ പുതിയ പുതിയ വഴിപാടുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പുതിയ അല്ലേ, ഓരോ ക്ഷേത്രങ്ങളിലും എത്ര ഫ്ലക്സുകളാണ് വഴിപാടുകളെക്കുറിച്ച് അടിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഓരോന്ന് നോക്കുമ്പോൾ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം എന്താ, അതൊക്കെ കാണുമ്പോഴാണ് ആളുകൾ അതിലേക്ക് വരുന്നത്. എന്തിനാണ് നമ്മൾ ഭാഗവത സപ്താഹം നടത്തുന്നതിന് പോലും ഇന്ന കഥ കേട്ടാൽ ഇന്ന ഫലം, ഇന്ന ഭഗവാന്റെ അവതാരത്തിന് ഇന്ന വഴിപാട് ചെയ്താൽ ഇന്ന ഫലം, അല്ലേ? രുക്മിണി സ്വയംവരത്തിൽ പങ്കെടുത്താൽ വിവാഹം ഉറപ്പ്, കുചേലോപാഖ്യാനത്തിൽ അവില് സമർപ്പിച്ചാൽ ധനലാഭം ഉറപ്പ്, വരാഹാവതാരത്തിന് ഒറ്റയപ്പം സമർപ്പിച്ചാൽ ഭൂമി ലാഭം ഉറപ്പ്, നരസിംഹ അവതാരത്തിന് വഴിപാടുകൾ ചെയ്താൽ ശത്രുനാശം ഉറപ്പ്. ഇങ്ങനെ നോട്ടീസിൽ അടിച്ചു വിടുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വഴിപാട് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടാവുകയൊക്കെ ചെയ്യില്ല എന്ന് പറയുന്നില്ല. പക്ഷെ മോക്ഷത്തിനായിക്കൊണ്ട് ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് റയറാണ്, അല്ലേ? ഒരു ദിവസത്തെ ആചാര്യ ദക്ഷിണ, അത് ആരാണോ വഴിപാടായി സമർപ്പിക്കുന്നവർ അവർക്ക് മോക്ഷം ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, ദക്ഷിണ കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം എനിക്കിപ്പോൾ മോക്ഷം വേണ്ട. അപ്പം മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല ആളുകൾ താല്പര്യപ്പെടുന്നത്. പല അമ്മൂമ്മമാരും വെറുതെ പറയും, ഭഗവാനെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ എന്നൊക്കെ പറയും. അല്ലാതെ എന്നാൽ പിന്നെ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഇതാ അമ്മയെ കയറിക്കോളൂ, ഇതാ വിമാനം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിയെ കാണണം, എൻ്റെ പിറന്നാൾ ഇതാ വരാൻ പോവുകയാണ്, എൻ്റെ മറ്റൊരു പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇന്നൊരു പേരക്കുട്ടിക്ക് ഉദ്യോഗം കിട്ടിക്കാണണം, ഈ വീടൊന്ന് പുതുക്കി പണിത് കാണണം, ഇങ്ങനെ 100 ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ കൊണ്ടുപോകണ്ട, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് മടക്കി അയക്കും. നമ്മുടെ ഹരിശ്ചന്ദ്രൻ ആരെയാണ്, വരുണനെയോ മടക്കി അയക്കും പോലെ. അപ്പം എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് എന്താണ്? ഇപ്പോൾ വേണ്ടത് ജീവിത സൗഖ്യങ്ങൾ. സുഖായ കർമാണി കരോതി ലോകഃ. സുഖങ്ങൾ വേണം എന്നുള്ളതാണ്. അത് സുഖങ്ങൾ ഓരോരുത്തർക്ക് ഓരോന്നിൽ നിന്നാണ്. ഇപ്പോൾ ധാരാളമായിട്ട് ഉള്ളത് അവർക്ക് വിലയില്ല. അപ്പോൾ കയ്യിലില്ലാത്തത് എന്താണോ അതിനു വേണ്ടിയിട്ടാണ് കൊതിക്കുന്നത്. അത് കിട്ടിയാൽ സുഖമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലാത്തതിന് വേണ്ടി കൊതിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്നു. ഇതാണ് ലോക സ്വഭാവം. ഉള്ളതിനെ വിലയില്ല, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അപ്പോൾ കിട്ടാത്തതിന് വേണ്ടി കൊതിക്കുക, ആ വസ്തു കിട്ടിയാലേ സുഖമാകുള്ളൂ എന്ന് കരുതുക. ഈ 2 വിഡ്ഢിത്തരങ്ങൾ കൊണ്ടാണ് കാലം കഴിച്ചു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ. അപ്പോഴാണ് വേദവും ഋഷീശ്വരന്മാരുമൊക്കെ നമ്മളോട് നമ്മളെ ഇപ്പം തൽക്കാലം മോക്ഷകാര്യം നിവൃത്തിധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞങ്ങളൊക്കെ അബദ്ധത്തിൽപ്പെട്ടതാ. നമ്മളൊക്കെ വേദത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പേ ഉപനിഷത്ത് കയറി പഠിച്ചു. ചിന്മയാനന്ദ സ്വാമികൾ ഉണ്ടാക്കി വെച്ച വിനയ. ചിന്മയാനന്ദ സ്വാമികൾ ഈ വേദങ്ങളിൽ പറഞ്ഞ കർമ്മകാണ്ഡങ്ങളിലെ
കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആ വിഷയങ്ങളിലേക്ക് പ്രലോഭിപ്പിച്ചില്ല. അദ്ദേഹം നേരിട്ട് ഉപനിഷത്തുക്കൾ ഗർജിച്ചുകൊണ്ട് ആ ഉപനിഷത് ജ്ഞാനമാണ് പരമമായിട്ടുള്ള ജ്ഞാനം, അതാണ് നേടേണ്ടത്, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വസ്തു നിങ്ങൾ തന്നെയാണ്, തത്വമസി എന്നൊക്കെ അദ്ദേഹം വലിയ 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 സദസ്സുകളിലിരുന്ന് 10,000-കണക്കിന് ആളുകളെ മോഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ കയറി ഈ ഉപനിഷത്തുക്കൾ കേട്ടത് കൊണ്ട് തത്വമറിഞ്ഞതുകൊണ്ട് വേദത്തിൻ്റെ പരിമിതികൾ, വേദത്തിൻ്റെ കർമ്മകാണ്ഡങ്ങളുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കി. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട്, ദോഷങ്ങളുണ്ട് തീർച്ചയായിട്ടും. മറ്റവർക്കോ വേറൊരു കൂട്ടർ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളെ മാത്രം പഠിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാത്, യാവജ്ജീവേത് അഗ്നിഹോത്രം ജുഹുയാത്, എത്ര കാലമാണോ ജീവിച്ചിരിക്കുന്നത് അത്ര കാലം അഗ്നിഹോത്രം ചെയ്യണമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ഭാഗം വായിച്ചിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ഭൂരിപക്ഷം. ബഹുഭൂരിപക്ഷവും അങ്ങനെ കർമ്മകാണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളിൽ കുരുക്കുപെട്ട് കിടക്കുകയാണ്. കൊണ്ടുവന്നതിനേക്കാൾ വലിയ ഭാണ്ഡങ്ങളുമായിട്ടാണ് ഓരോരുത്തരും തിരിച്ചു പോകുന്നത്. കഴുകാൻ വന്നവർ അഴുക്ക് കൂടുതൽ കൂട്ടിയിട്ട് പോണു, സംസ്കരിക്കാൻ വന്നവർ അസംസ്കൃതരായി കൂടുതൽ കുരുക്കിൽപ്പെട്ടുകൊണ്ട് കൂടുതൽ അഴുക്ക് മാർജിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപനിഷത്തുക്കളിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കേൾക്കാൻ യോഗ്യരായിട്ടുള്ളവർ അത് നേരിട്ട് കേട്ട് കഴിയുമ്പോൾ അവർ നിവൃത്തി മാർഗത്തിലേക്ക് വേഗത്തിൽ അവർക്ക് പ്രവേശനം സാധ്യമാകും. അവർക്ക് നേരത്തെ തന്നെ പാകത വന്നിട്ടുണ്ട്, ചിത്തശുദ്ധി എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിഷ്കളങ്കരായിട്ടുള്ള അവർക്ക് ഈ ഉപനിഷത് ജ്ഞാനം നല്ലതുപോലെ പ്രകാശിക്കും. അല്ലാത്തവർ ഉപനിഷത്തുക്കളിലെ തത്വങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനുശേഷവും എന്ത് ചെയ്യണം? ഉപാസനകൾ തുടരണം എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുക. നിവൃത്തിധർമ്മത്തിൻ്റെ ഉപദേശങ്ങളായ ഉപനിഷത്ത് തത്വങ്ങളെല്ലാം ആദ്യമേ ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ചാലോ കൂട്ടത്തിൽ ഉപാസനയും ചെയ്യണം, ഭക്തി വളർത്തണം. അല്ലാതെ എന്താ പറയുക, ശുദ്ധമായ വേദാന്ത പഠനം കൊണ്ട് മാത്രം നമുക്ക് ആ തത്വം സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ആ ജ്ഞാനം വേണ്ട പോലെ പ്രകാശിക്കുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? കൂടെ ചിത്തശുദ്ധിക്ക് വേണ്ടതായിട്ടുള്ള കർമ്മയോഗവും അനുഷ്ഠിക്കണം. ഒപ്പം പൂജാവിധികൾ അഥവാ ഉപാസനാ സമ്പ്രദായങ്ങൾ അതെല്ലാം കൈക്കൊള്ളുകയും വേണം. അതോടൊപ്പം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം, സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് വീഴ്ച വരാതെ നോക്കണം. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കർമ്മയോഗവും അവനവനെ പാകപ്പെടുത്താൻ വേണ്ടി അവനവൻ്റെ ചിത്ത ശുദ്ധിക്കായിക്കൊണ്ട് എല്ലാം ചെയ്യേണ്ടതാണ്. അതാതിന് അധികാരികളായിട്ടുള്ളവർ. ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന, കർമ്മണിയേവ അധികാര. അപ്പോൾ കർമ്മത്തിന് അധികാരികളായിരിക്കുന്നവർ, ചിത്തശുദ്ധിയില്ലാത്തവർ, പല ആഗ്രഹങ്ങളും ഉള്ളിലുള്ളവർ, വാസനാസമ്പന്നരായിരിക്കുന്നവർ ആ കർമ്മയോഗം അനുഷ്ഠിക്കണം. അപ്പോൾ ആ കർമ്മയോഗം അത് വേണ്ടതുപോലെയുള്ള കർമ്മം
ചെയ്യണമെങ്കിൽ, ശരിയായ കർമ്മം ചെയ്യണമെങ്കിൽ അതിനൊരു മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷനാണ് വളഞ്ഞു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫലശ്രുതിയോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. അതിന് പറയാൻ പോകുന്നുണ്ട്. മുമ്പേ പറഞ്ഞ കർമ്മ, അകർമ്മ, വികർമ്മ എന്ന് പറഞ്ഞുവല്ലോ. കർമ്മം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വിഹിതങ്ങളായ കർമ്മങ്ങൾ, ഡ്യൂട്ടീസ്. ഓരോരുത്തർക്കും വർണ്ണാശ്രമം അനുസരിച്ച് നിത്യനൈമിത്തിക കർമ്മങ്ങളെല്ലാം വിധിച്ചിട്ടുണ്ട്. ആ വിധിച്ച വിഹിതങ്ങളായ കർമ്മങ്ങളെയാണ് കർമ്മശബ്ദം കൊണ്ട് പറഞ്ഞത്. അകർമ്മ എന്നതുകൊണ്ട് ആ വിധിച്ച കർമ്മങ്ങൾ ചെയ്യാതിരിക്കലാണ്. അതിന് കാരണം എന്താണ്? മടിയാണ്, ആലസ്യമാണ്. എന്തിന് ഞാൻ വെറുതെ ശരീരക്ലേശം അനുഭവിക്കണം? എന്തിന് ഞാൻ വെറുതെ നേരത്തെ എഴുന്നേൽക്കണം? എനിക്ക് സുഖമായി കിടന്നുറങ്ങിക്കൂടെ? എന്തിന് ഞാൻ ഇന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം? എനിക്ക് കിട്ടിയതൊക്കെ തോന്നുമ്പോഴെല്ലാം കഴിച്ചുകൂടെ? ഇങ്ങനെ ഉള്ളിലൊരു താന്തോന്നിയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഒരു താന്തോന്നി, ഒരു റിബൽ. എന്തരുത് എന്ന് പറഞ്ഞു അത് തന്നെ ചെയ്യണം എന്നുള്ളതായിട്ടുള്ള ഒരു ധിക്കാരം. ആരും നമ്മളെ നിയന്ത്രിക്കുന്നത്, ചോദ്യം ചെയ്യുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. കൊച്ചു കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. അവർ പ്രകടിപ്പിച്ചളയും അല്ലേ? സ്ത്രീ പക്വത വരുമ്പോഴാണ് എങ്ങനെയപ്പോൾ മുതിർന്നവരോട് എതിർത്ത് പറയുക എന്നുള്ള തോന്നലൊക്കെ വരണമെങ്കിൽ കുറച്ച് പക്വത വരണം. പക്വതയില്ലാത്തവരാണെങ്കിൽ മുഖത്ത് നോക്കി നമ്മളെ ചീത്ത വിളിക്കും. മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ധിക്കരിച്ച് പറയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്തിന്? മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഈ നിയമങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഇന്നത്തെ തലമുറ എന്താണോ ചെയ്യുന്നത് അതുപോലെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഈ ആളുകളുടെ സ്വഭാവം മാറിപ്പോയിട്ടുണ്ടാവും. ഇത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടാണ് വേദങ്ങളുടെ, ശാസ്ത്രങ്ങളുടെ പൂർവികരായ മുതിർന്നവരുടെ, ഗുരുക്കന്മാരുടെ ഒക്കെ വളരെ വളരെ മൂക്ക് കയറിട്ട് പിടിച്ച്, ബലം പിടിച്ച് സമൂഹത്തെ ഇത്രയും ദൂരം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നോ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോയേനെ, കാട്ടിലെ നീതിയായി പോയേനെ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ആർക്കാണോ കയ്യൂക്കുള്ളത് അവൻ കാര്യക്കാരനായി, സഹോദരനെ സ്നേഹിക്കാതെ സഹോദരനെ ശത്രുവായി കണ്ടുകൊണ്ട്, അല്ലേ, തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സമ്പാദ്യം, വരുമാനം എല്ലാം തന്നയിൽ നിന്ന് തട്ടിപ്പറിക്കാനുള്ളവനാണ് സഹോദരൻ എന്നൊരു മത്സരബുദ്ധി, കാട്ടിലെ മത്സരബുദ്ധിയായിരിക്കും ഭരിക്കുക. ഇനി യാതൊരു സാമൂഹിക നിയമങ്ങളും ആർക്കും ബാധകമല്ലാത്ത കാലമായിട്ടുണ്ടാവും. ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛനും മക്കളും, അമ്മയും മക്കളും എന്നുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടാവാതെയായിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. പട്ടികളും മറ്റ് ജന്തുക്കളും ഒക്കെ എങ്ങനെയാണ്? ഒരു അല്ലേ, ആൺപട്ടി കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ തള്ളയോട് തന്നെ അത് മേറ്റ് ചെയ്യും. പെൺപട്ടി വളർന്നു കഴിഞ്ഞാൽ അതിനെ ജനിപ്പിച്ച തന്ത തന്നെ അതിനെ മേറ്റ് ചെയ്യും. എല്ലാ ജന്തുക്കളിലും ഇത് സ്വഭാവമാണ്. മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
നമ്മുടെ ഇപ്പോഴുള്ള കുറേ അരാജകവാദികളുണ്ട്. അവരൊക്കെ ഈ വക കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മൈത്രേയൻ മുതലായിട്ടുള്ള ചില ആളുകൾ ഈ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഉപദേശം കൊടുക്കും പോലെ അവരെ വഴിതെറ്റിക്കുന്ന ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സിനിമകളാകട്ടെ മറ്റ് മാധ്യമങ്ങളിലൂടെ വരുന്നതായിട്ടുള്ള വാർത്തകളോ കാര്യങ്ങളോ ഒക്കെ ആവട്ടെ, എല്ലാം ഈ സാമൂഹിക സുരക്ഷിതത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു ക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ക്രമമല്ലാതെ അക്രമം. ക്രമമില്ലായ്മയാണ് അക്രമം. മറ്റത് എല്ലാം ക്രമത്തിലിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള സുരക്ഷിതമായി എല്ലാവർക്കും സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിയാമായിരുന്നു. മറ്റത് അങ്ങനെയല്ല. ഓരോരുത്തരുടെയും സ്വാർത്ഥത അവനിലുള്ള വന്യമൃഗത്തെ പുറത്തേക്ക് കൊണ്ടുവരും. നിയമങ്ങളൊന്നും ബാധകമല്ലെങ്കിൽ. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ് മാറിയിട്ട് നമ്മുടെ നിയമങ്ങളൊക്കെ പുതിയ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, ചെറിയ മാറ്റങ്ങളോടുകൂടി. ഭാരതീയ ന്യായ സംഹിത അതൊന്നും ഇല്ലെങ്കിൽ, അതുപോലെ ഒരു വിഷയത്തിലും ഒരു നിയമവും ഇല്ലെങ്കിൽ, ട്രാഫിക് നിയമങ്ങളില്ല, കച്ചവട നിയമങ്ങളില്ല, മദ്യപാനാദികൾക്ക് മദ്യമുണ്ടാക്കുന്നതിന് വിൽക്കുന്നതിന് അതിനൊന്നും എക്സൈസ് നിയന്ത്രണങ്ങൾ ഇല്ല, ഡ്യൂട്ടികളില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ ലോകത്തെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇതിനെ ഒരു സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധതയുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകണം. അതിനാണ് വേദങ്ങളിലും മറ്റുമൊക്കെ പല ഉപദേശങ്ങളും നൽകിയിട്ടുള്ളത്. അല്ലാതെ ഇമ്മീഡിയറ്റ് മോക്ഷം വേണ്ടവർക്ക് അതൊക്കെ ബന്ധനങ്ങളാണ്, തടസ്സങ്ങളാണ്, വഴി ചുറ്റിവരലാണ്, വളഞ്ഞ വഴികളാണ്. എനിക്കിപ്പോൾ മോക്ഷം മതി, അതുകൊണ്ട് ഞാൻ ഒരു ശാസ്ത്രങ്ങളെയും അനുസരിക്കുന്നില്ല, ഞാൻ ഇപ്പം തന്നെ വേദങ്ങളെയൊക്കെ അതിക്രമിച്ചവനാണ്, നിർവേദം പ്രാപിച്ചവനാണ് എന്നൊക്കെ നമുക്ക് ധരിക്കാം, അതുപോലെയൊക്കെ പ്രവർത്തിക്കാം. പക്ഷെ നമ്മളൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. യോഗ്യത ഇല്ലാത്തത് കൊണ്ട് എവിടെയും എത്താൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ടാണ് വേദങ്ങൾ ക്രമത്തിൽ ആളുകളെ ഡിസിപ്ലിൻഡ് ആക്കിക്കൊണ്ട് പടിപടിയായി ഉയർത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പല കർമ്മങ്ങളും വിധിച്ചിരിക്കുന്നത്. അത്യന്ത താമസ പ്രകൃതികളായിരിക്കുന്ന ആളുകളെ രാജസ പ്രകൃതികളാക്കി ഉയർത്തേണ്ടതുണ്ട്. രാജസ പ്രകൃതികളായവരെ സാത്വിക പ്രകൃതികളാക്കി സംസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ സംസ്കാരം എന്നുള്ളത് ശുദ്ധീകരിക്കലാണ്. അതിനാദ്യം ഒരു കലക്കി മറിക്കലൊക്കെ ആവശ്യമാണ്. ഏത് കാര്യവും ശുദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കലക്കി മറിക്കുന്നത് നല്ലതാണ്. കലക്കി മറിച്ച ശേഷം ശുദ്ധീകരിക്കുക എന്നതുപോലെ നമ്മുടെ തമോ ഗുണത്തിൽ ആണ്ടുകിടക്കുന്നതായിട്ടുള്ള നമ്മുടെ സംസ്കാരം, നമ്മുടെ അവസ്ഥ, അതിനെ കുറച്ചൊന്ന് ഉദ്ധരിച്ച് രജോ ഗുണ എന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ആ രജോ ഗുണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്തു പറഞ്ഞിരിക്കുന്നത്? വേദങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നഷ്ടമുണ്ടാകും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഗുണമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കൊരു കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ ആ കുറ്റബോധത്തെ ദൂരീകരിക്കാനാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞൊരു വിധിയും കൂടി ഉണ്ട്.
അകർമ്മം എന്ന് പറയുന്ന കർമ്മലോപം സംഭവിച്ചവർക്ക് ആ കുറ്റബോധത്തിൽ നിന്ന് മോചനം വരാനായിക്കൊണ്ട് പ്രായശ്ചിത്തം വിധിച്ചിരിക്കുന്നു. അതുപോലെ വികർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള വിപരീത കർമ്മം ചെയ്തവർക്കും ആ കുറ്റബോധത്തിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ട് പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. അങ്ങനെ അകർമ്മത്തിനും വികർമ്മത്തിനും പ്രായശ്ചിത്ത കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ആ ഒരു നമ്മൾ കേട്ട് പഠിച്ചതിൽ നിന്ന് ഇത് ചെയ്തില്ലെങ്കിൽ കുറ്റമാണ്, ഇന്ന ദോഷം ഉണ്ട്, ഇന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്താൽ ഇന്ന ദോഷമുണ്ട് എന്നൊക്കെ പഠിച്ചത് നമ്മുടെ ഉള്ളിൽ എവിടെയോ കെട്ടായിട്ട് കിടക്കുന്നുണ്ട്, മാലിന്യമായിട്ട് കിടക്കുന്നുണ്ട്. അതിനെ ദൂരീകരിക്കാൻ, അതിനെ കഴുകിക്കളയാൻ ഉള്ളതായിട്ടുള്ള വഴിയാണ് പ്രായശ്ചിത്തം. പക്ഷെ അത് അറിവോടുകൂടി ചെയ്യുമ്പോഴേ പ്രായശ്ചിത്തമാവുള്ളൂ എന്ന് അജാമിളോപാഖ്യാനം പറഞ്ഞപ്പോൾ പറഞ്ഞു. അല്ലെങ്കിൽ കുഞ്ചര ശൗചവത്, ആനയെ കുളിപ്പിച്ച് കെട്ടിയിട്ടാൽ പിന്നെയും ആന മണ്ണ് വാരി ദേഹത്തിടും പോലെ വീണ്ടും വീണ്ടും മണ്ണ് വാരിയിട്ട് അഴുക്കാക്കും. അതുപോലെ നമ്മൾ കർമ്മം അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ ചെയ്താൽ, ലക്ഷ്യബോധമില്ലെങ്കിൽ പഴയ പടിക്ക് തന്നെ നമ്മുടെ വാസന നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അയം വേദ പരോക്ഷവാദ, ഈ വേദം പരോക്ഷമായി പറയുന്നതാണ്. ഡയറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയില്ല, കുറച്ച് ഇൻഡയറക്റ്റായിട്ട് വളച്ചു കെട്ടിയിട്ടാ പറയുക. എന്നിട്ടോ കർമ്മമോക്ഷായ കർമാണി വിധത്തെ, കർമ്മമോക്ഷത്തിനായിക്കൊണ്ടാണ് കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. അപ്പൊ കർമ്മമോക്ഷത്തിന് പിന്നെയും കർമ്മം തന്നെ പറയണോ? മുമ്പേ പറഞ്ഞ പോലെ അഴുക്ക് കഴുകിക്കളയുക, അതിനെന്ത് വേണം? വീണ്ടും അഴുക്ക് ദേഹത്ത് തേക്കുക. സോപ്പോ മണ്ണോ അതുപോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളെ കൊണ്ട് തേച്ച് പിടിപ്പിച്ച് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ 2 അഴുക്കും കൂടി കഴുകിക്കളയുക. ഇതാണല്ലോ നമ്മുടെ കുളി, നമ്മൾ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കർമ്മമോക്ഷായ കർമാണി വിധത്തെ. ഇപ്പോൾ ഒരാൾ ഒരു കുരുക്കിലോ വലയിലോ ചെളിക്കുണ്ടിലോ ഒക്കെ അകപ്പെട്ടാൽ മോക്ഷത്തിന് എന്തു ചെയ്യണം? അവിടുന്ന് മോചനം നേടാൻ, ഒരു കുരുക്കിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഒന്നും ചെയ്യാതിരുന്ന കർമ്മമോക്ഷമാകുമോ? വലയിൽ നിന്ന് മോചനത്തിന് എളുപ്പമാണോ? വെറുതെ ഇരുന്നാൽ മോചനം കിട്ടുമോ? ഒരു ചെളിക്കുണ്ട്, ചതുപ്പ് നിലം, അതിലൊക്കെ പെട്ടാൽ ഒന്നും മിണ്ടാതിരുന്നാൽ രക്ഷപ്പെടുമോ? അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള കർമ്മം ചെയ്തേ പറ്റൂ. ഒരു കയറ് കാലിലോ കയ്യിലോ ദേഹത്തോ ഒക്കെ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ, നമ്മൾ അതിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ, ബന്ധനസ്ഥരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ കുരുക്കഴിക്കുക എന്നുള്ളൊരു കർമ്മമുണ്ട്. ആ കർമ്മം അത് ബന്ധന കാരണമല്ല, മോക്ഷകാരണമായിട്ടുള്ള കർമ്മമാണ്. ഓൾറെഡി നിങ്ങൾ ബന്ധനസ്ഥരാണ് കർമ്മത്താൽ. ഇപ്പോൾ അഴിക്കുക എന്നുള്ളതായിട്ടുള്ള കർമ്മം കൊണ്ട് മുക്തരാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് വലയിലോ മറ്റോ കുരുങ്ങിയാൽ ആ വലയിലെ കണ്ണികളെല്ലാം അകറ്റി പതുക്കെ കയ്യും കാലും ഒക്കെ അതിൽ നിന്ന് ഊരിയെടുക്കൽ ഒരു കർമ്മമാണ്. പക്ഷെ അത് ഊരിയെടുക്കുന്നത് വരെ കർമ്മം ചെയ്തേ പറ്റൂ. ഊരിയെടുത്തു കഴിയുമ്പോഴേ നിങ്ങൾ സ്വതന്ത്രരാവുന്നുള്ളൂ. അതുപോലെ വല്ല ചതുപ്പ് നിലത്തിലൊക്കെ പെട്ടാലും എങ്ങനെയാണ് കരയ്ക്ക് കയറേണ്ടത് എന്നുള്ള ആ വഴി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ള ഉപായങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ആ ചെളിക്കുണ്ടിൽ നിന്ന് കരയ്ക്ക് കയറണം. അല്ലെങ്കിൽ ചെളിക്കുണ്ടിൽ കിടന്ന് ബഹളം വെച്ചിട്ടോ തുള്ളിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നമ്മളെ താഴ്ത്തിക്കളയും. അതുകൊണ്ട് പെട്ടാൽ പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കുക. നാട്ടുകാരെ വിളിച്ച് കൂവുക, അല്ലേ? അപ്പോൾ ആരെങ്കിലും വരും.
കരയിൽ നിൽക്കുന്നൊരു വല്ല കയറോ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞു തന്നാൽ അതിൻ്റെ ഒരറ്റത്ത് പിടിച്ച് അവർ നമ്മളെ വലിച്ച് സഹായത്തോടെ കര കയറാം. അല്ലെങ്കിൽ നമ്മൾക്ക് എത്തുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഏതെങ്കിലും പിടിവള്ളികൾ അല്പ ദൂരമായിട്ട് അത് കടന്ന് അപ്പുറത്തേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മുടെ ഉടുമുണ്ട അഴിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യുക. അവിടെ നാണം നോക്കിയിട്ടൊന്നും കാര്യമില്ല. കാരണം കാണാൻ ആരുമില്ലല്ലോ. നമ്മളെത്ര വിളിച്ചിട്ടും ആരും വന്നില്ലല്ലോ. അപ്പോൾ അവനവൻ്റെ വസ്ത്രം അഴിച്ചിട്ടാണെങ്കിലും എവിടെയെങ്കിലും കുരുക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കുക. അപ്പോൾ ഈ കർമ്മം ഇത് ചെയ്തത് എന്താണ്? ഇതൊരു കർമ്മമാണ്. പക്ഷെ ആ കർമ്മം ഈ കുരുക്കിൽ നിന്ന് മോചനത്തിനായി കൊണ്ടാണ് കർമ്മം ചെയ്തത്. അപ്പം അതുപോലെ ഇപ്പം നമ്മളൊക്കെ കുരുക്കിൽ പെട്ടുകിടക്കുന്നവരാണ്, വലയിൽ പെട്ടുകിടക്കുന്നവരാണ്. സംസാരമാകുന്ന വലയിൽ, മൃത്യുവിൻ്റെ വലയിൽ കുരുങ്ങിക്കിടക്കുന്നവരാണ്. ഇതിൽ നിന്ന് മോചനത്തിനായിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിവുള്ളവർ പറഞ്ഞു തരുന്നത് കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. ആ അറിവുള്ളവർ, അനുഭവസ്ഥരായിട്ടുള്ളവർ പറഞ്ഞതാണ് കർമ്മമോക്ഷായ കർമാണി വിദത്തേ. കർമ്മമോക്ഷത്തിനാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്, അല്ലാതെ കർമ്മത്തിൽ വീണ്ടും വീണ്ടും കുരുങ്ങാൻ വേണ്ടിയിട്ടല്ല. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇത് മോക്ഷത്തിലേക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഏതുപോലെ ഈ അഗതം യഥ, അഗതം എന്ന് പറഞ്ഞാൽ ഔഷധം, ഗതം എന്നാൽ രോഗമാണ്, അഗതം എന്നാൽ മരുന്ന്, ചികിത്സ, രോഗമില്ലാത്ത അവസ്ഥ എന്നൊക്കെ അർത്ഥമാണ്. ഗതം രോഗമാണെങ്കിൽ അഗതം രോഗമില്ലായ്മ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന്, ഔഷധം, അതിനെ ചികിത്സിക്കുന്ന ചികിത്സാവിധി അഗതതന്ത്രം ആയുർവേദത്തിൽ പറയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ അഗതം യഥാ എന്ന് പറഞ്ഞാലോ മരുന്ന് അഥവാ രോഗം എന്ന പോലെ. ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? മരുന്ന് എന്ന പോലെ. നമുക്ക് രോഗം പിടിപെട്ടു, ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. രോഗമില്ലാത്തവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ മുതിർന്നവരാണെങ്കിൽ അവർക്കറിയാം മരുന്ന് കഴിച്ചാലേ രോഗം മാറുള്ളൂ, കഴിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഞാൻ കഴിച്ചാലേ എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്ന് മുതിർന്നവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് പ്രലോഭനങ്ങളൊന്നും വേണ്ട. ദാ ഈ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് ഏത് കഴിക്കുന്ന മരുന്നാണെങ്കിലും ഏത് ഗുളികയാണെങ്കിലും ഇഞ്ചക്ഷനാണെങ്കിലും വിധിക്കാം. അവർക്ക് നേരിട്ട് കൊടുക്കാം, പ്രത്യക്ഷമായിട്ട് കൊടുക്കാം, പരോക്ഷം വേണ്ട ആവശ്യമില്ല. നേരെമറിച്ച് കൊച്ചു കുട്ടികൾക്ക് അസുഖം വന്നാലോ, ബാലന്മാർക്ക് അസുഖം വന്നാൽ അവർക്ക് മരുന്ന് കൊടുത്താൽ അവർ കഴിക്കില്ല, ഇഞ്ചക്ഷൻ പറഞ്ഞാൽ സമ്മതിക്കില്ല, അല്ലേ? ഇങ്ങനെ പല തടസ്സങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ അവർ മരുന്ന് കഴിക്കണം. ഇഞ്ചക്ഷൻ തീരെ സമ്മതിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ മരുന്നിലൂടെ തന്നെ മാറ്റണം. അപ്പോൾ ആ മരുന്നിനെ ഒന്നുകിൽ മധുരമുള്ള മരുന്നാക്കി മാറ്റുക. കുട്ടികൾക്ക് എന്ത് കൊടുക്കുമ്പോഴും അത് മധുരമുള്ള മരുന്നാക്കിയിട്ടാണ് അറിവുള്ള വൈദ്യന്മാർ കൊടുക്കുക. ഇല്ലെങ്കിൽ അവർ കുടിക്കില്ല. ഇനി അതുപോലെ ഗുളികകളൊക്കെ ആണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ പകുതി ചെറുതാക്കി ഒക്കെ കൊടുക്കാൻ പറയും. കാരണം അവർക്ക് ഇറങ്ങില്ല. അതുപോലെ അത് കൊടുക്കണമെങ്കിൽ ഇത് കഴിച്ചാൽ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പഞ്ചസാര തരാം, കൽക്കണ്ടം തരാം എന്നൊക്കെ പറയുക. ഇന്ന് പിന്നെ പലതരത്തിലുള്ള മിഠായികളുണ്ട്, പല കുട്ടികൾക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പലതും കൊടുക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് മരുന്ന് കഴിക്കാനായിക്കൊണ്ട്
ആവശ്യമില്ലാത്തൊരു സാധനം കൂടി കൂടെ കൊടുക്കണം. അത് ആവശ്യമില്ല. രോഗം മാറാനുള്ളതല്ല കൽക്കണ്ടോ പഞ്ചസാരയോ തേനോ വേറെന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും കൊടുക്കുന്നത് രോഗം മാറാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ കുട്ടികൾ ഈ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ കുട്ടികളെ മരുന്ന് കഴിപ്പിക്കാൻ എങ്ങനെയാണോ നമ്മൾ മധുരം കൂട്ടിയിട്ടോ വേറെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ പറഞ്ഞോ അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞോ ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചോ പല രീതിയിൽ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ അഗതം യഥാ, ഔഷധം എന്ന പോലെ കുട്ടികൾക്ക് ഔഷധം കൊടുക്കുന്നത് പോലെയാണ് വേദമാതാവ് കരുണാമയിയായിട്ട് പ്രാകൃതന്മാരായ ജനങ്ങളോട് പല കർമ്മങ്ങളും ചെയ്യാൻ വിധിച്ചിരിക്കുന്നത്, ഉപദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ അത് ചെയ്യുകയില്ല. അത് ചെയ്യാതിരുന്നാലോ അകർമ്മം വികർമ്മത്തിലേക്ക് നയിക്കും. കർമ്മം ചെയ്യേണ്ടതാണ്, ചെയ്യാതിരിക്കുന്നതാണ് അകർമ്മം. ആ അകർമ്മം വികർമ്മത്തിലേക്ക് നയിക്കും. എന്നുവെച്ചാൽ ആൻ ഐഡൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ്. നമ്മൾ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിത്യവും ചെയ്തില്ലെങ്കിൽ, അത് ഇത്തിരി ക്ലേശമുള്ള കാര്യമാണെങ്കിൽ പോലും അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങൾ വേണ്ടാത്തത് ചെയ്യും. നമ്മൾക്കും ലോകത്തിനും ഉപദ്രവങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് വലിയ ഗുരുതരമായ ആപത്തുകളിലേക്ക് നമ്മൾ പോകാതിരിക്കാനായിക്കൊണ്ട് ഇത്തിരി കഷ്ടമുള്ളതാണെങ്കിലും അത്ര ആവശ്യമില്ലാത്തതാണെങ്കിലും ചെറിയ കർമ്മങ്ങളിലേക്ക് നമ്മളെ വേദം പ്രേരിപ്പിക്കുന്നു. ചിലപ്പോൾ ചിലതൊന്നും ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് മാറ്റം വരുന്നത്. പണ്ടെങ്ങാണ്ടോ ആരോ ചെയ്തിരുന്ന കർമ്മങ്ങൾ ഇന്നത്തെ തലമുറയിലുള്ളവർ അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അത് തന്നെ ഇപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പരിഹസിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുകയും അറിവ് നേടുകയും പലതും കണ്ടും കേട്ടും അനുഭവിച്ചുള്ളതായിട്ടുള്ള ആളുകളോട് പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അതനുസരിക്കില്ല. അപ്പം എന്തു വേണം? അത് കാലത്തിനനുസരിച്ച് മാറ്റാം. കർമ്മങ്ങളുടെ സ്വഭാവത്തെ മാറ്റാം, കർമ്മങ്ങളുടെ രീതിയെ മാറ്റാം. പണ്ട് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ അതുപോലെ തുടരേണ്ടതില്ല. അതിൽ പിടിവാശി പിടിക്കുന്നതാണ് ഈ പുതിയ തലമുറകളെ അതിൽ നിന്ന് അകറ്റാൻ കാരണമാവുക. ഒരു ഓർത്തഡോക്സി ശാഠ്യം, അത് കുറച്ചൊക്കെ നമ്മൾ അയച്ച് വിടണം. തലമുറയ്ക്കനുസരിച്ച് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് എങ്ങനെയെങ്കിലും അവരെ സന്മാർഗത്തിലേക്ക്, തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാനായിക്കൊണ്ട് കുറച്ച് വളഞ്ഞാലും കുഴപ്പമില്ല, അതിലേക്ക് പ്രേരിപ്പിക്കണം. അപ്പം അത് അതാത് കാലത്ത് വേണ്ട പോലെ ചിന്തിച്ച് പക്വതയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് പക്ഷേ കാലാകാലങ്ങളായിട്ട് വേണ്ടതുപോലെയൊന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് രണ്ട് എക്സ്ട്രീമുകളായിട്ട് ആളുകൾ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത്. ഒരു കൂട്ടർ പഴയ ഓർത്തഡോക്സി, അതിൽ പിടിവാശി പിടിച്ചുകൊണ്ട് അത് തന്നെയാണ് ശരി, അതേ ചെയ്യാൻ പാടുള്ളൂ, അതല്ലാതെ വേറൊന്നും പാടില്ല എന്ന് പിടിവാശി പിടിക്കുന്ന ഒരു കൂട്ടർ. വേറൊരു കൂട്ടർ ആ വഴിക്ക് തിരിഞ്ഞേ നോക്കാതെ ഇതൊക്കെ വിഡ്ഢികളുടെ പരിപാടിയാണ്, ഞങ്ങൾക്കിതൊന്നും പറ്റില്ല, ഞങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു കൂട്ടർ. ഇത് രണ്ടുപേരെയും കുറച്ച്
പിടിവാശിക്കാർ പിടിവാശി ഉപേക്ഷിച്ച് പുതിയ തലമുറകളെ ചേർത്ത് പിടിക്കാനും അതിനുള്ള വഴികളും നോക്കണം ഓരോ കാര്യത്തിലും. അതിനാണ് നമുക്ക് കോമൺ സെൻസും ബുദ്ധിയും ഒക്കെ തന്നിരിക്കുന്നത്. വഴി തെറ്റുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ മതി. ലക്ഷ്യം മറന്നിട്ടില്ല, വഴി തെറ്റുന്നില്ല. വഴിയിൽ ഒരാൾ കാല് വെച്ച് അതേ കാലിൽ തന്നെ മറ്റാളും വെച്ച് പോകണം, കാലടികളിൽ തന്നെ വെച്ച് പോകണം എന്ന് വാശി പിടിക്കാതിരിക്കുക. മുമ്പേ നടന്ന ആൾക്ക് കാല് നീളം കൂടുതലുണ്ടാവും, അയാൾ നീട്ടി നീട്ടി വെച്ചിട്ടുണ്ടാവും. പിന്നാലെ നടക്കുന്നവർക്ക് കാലിന് നീളം കുറവായിരിക്കും, അവർക്ക് അത്രയും നീട്ടി വെക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സൗകര്യത്തിന് വെക്കാൻ അനുവദിക്കുക. നമുക്ക് വേണ്ടത് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. ഇത് കോമൺ സെൻസ്, പ്രായോഗിക ബുദ്ധി, ഇതൊക്കെ കൊണ്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ കുട്ടികളെ കൂടെ ചേർത്ത് ഇതേ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അവർ തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കുക. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ, കർമ്മം ചെയ്യാതെ അകർമ്മനിരതരായാൽ ആണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ജാതുതിഷ്ഠത്യകർമ്മകൃത്. കർമ്മണ്യേവ അധികാരസ്തേ മാ ബലേഷു കദാചന മാ കർമ്മബലഹേതുർഭൂഹു മാ തേ സംഗോസ്തു അകർമ്മണി. മാ തേ സംഗോസ്തു അകർമ്മണി. തേ അകർമ്മണി സംഗഃ മാ അസ്തു. നിനക്ക് അകർമ്മത്തിലൊരിക്കലും സംഘമില്ലാതിരിക്കട്ടെ. അപ്പോൾ അർജുനൻ അമ്പും വില്ലും എടുത്ത് കുറേ ആളുകളെ കൊല്ലുന്നത് നല്ല കർമ്മമായിട്ടൊന്നുമല്ല. വേദങ്ങൾ അങ്ങനെ എല്ലാവരെയും കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല കർമ്മമൊന്നുമല്ല ഒരുപാട് ആൾക്കാരെ കൊന്നു തള്ളുന്നത്. ഇവിടെ അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ പ്രസക്തി എങ്ങനെയാണെന്ന് പ്രായോഗിക ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് ഇവരെയൊക്കെ കൊല്ലാൻ പറഞ്ഞു? അതിന് കാരണം അവർ കൊല്ലപ്പെടേണ്ടവരാണ്. അവർ സമൂഹത്തിൽ ഇനിയും സമൂഹത്തെ വഴിതെറ്റിച്ച് അധർമ്മ മാർഗത്തിലേക്ക്, എന്താ പറയുക, ദുഷ്ടതരങ്ങളിലേക്ക് നയിക്കും. അപ്പം അവർ കൊല്ലപ്പെടേണ്ടവരാണ്. ഇനി എവിടെയെങ്കിലും കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സന്യാസിമാരോ ഏതെങ്കിലും പൗരോഹിത്യം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ കൊണ്ടോ ഇവരെ കൊല്ലാൻ പറ്റുമോ ഈ ദുഷ്ടന്മാരെ? ഇല്ല. അതിന് ശക്തന്മാരായിട്ടുള്ള ആളുകൾ തന്നെ വേണം. ആ ശക്തന്മാരായി യുദ്ധത്തിന് പാടവമുള്ളതായിട്ടുള്ള, അതിൽ താല്പര്യമുള്ള, കയ്യൂക്കുള്ള ആളുകൾ തന്നെ വേണം. അപ്പോൾ അതിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളാണ് ക്ഷത്രിയന്മാർ. ആ ക്ഷത്രിയന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് പാണ്ഡവന്മാർ. ആ പാണ്ഡവന്മാരിൽ തന്നെ ഏറ്റവും യോഗ്യനാണ് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ. ആ അർജുനനോടാണ് ഈ ഉപദേശം. ആ അർജുനനെ കൊണ്ടാണ് യുദ്ധം നയിപ്പിക്കുന്നത്. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ കഥ വേറൊന്നാവുമായിരുന്നു. ആകെ കയോസ് എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ, അവ്യവസ്ഥ. പാണ്ഡവ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം അങ്ങനെ പോകും. പക്ഷേ ഭീമൻ പറയും, ഞാൻ വിടില്ല. അർജുനൻ പോയാ പോട്ടെ. എടാ നകുല, സഹദേവ, നീയുണ്ടോ എൻ്റെ കൂടെ? നിങ്ങൾ എൻ്റെ കൂടെ നിൽക്ക്. ഏട്ടൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്ക് എന്നും പറഞ്ഞ് യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും പിടിച്ചു നിർത്തിക്കൊണ്ട്, ബാക്കി ആരൊക്കെ കൂടെയുണ്ടോ അവരെയും പിടിച്ചു നിർത്തിക്കൊണ്ട് ഭീമൻ യുദ്ധം തുടരും. പക്ഷേ അർജുനനുള്ളതുപോലെ ആവില്ല. അതുകൊണ്ട് ബാക്കി ശേഷിച്ചിരുന്ന സജ്ജനങ്ങളുണ്ടെങ്കിൽ പാണ്ഡവന്മാർ അതുപോലെയുള്ള കൂടെ നിൽക്കുന്നവരൊക്കെ നശിച്ചു പോകും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ലോകത്തെ, ധർമ്മത്തെ രക്ഷിക്കാൻ, നിലനിർത്താനായിക്കൊണ്ട് ക്ഷത്രിയനും വീരനുമായ ശക്തനായ അർജുനൻ യുദ്ധം ചെയ്തേ പറ്റൂ.
അതുകൊണ്ടാണ് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ ഭഗവത്ഗീത യുദ്ധത്തെ ഉപദേശിക്കുന്നൊരു ഗ്രന്ഥമല്ല, ഒരു ശാസ്ത്രമല്ല. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അഹിംസ തന്നെയാണ്, പരമമായ ധർമ്മം തന്നെയാണ്. പക്ഷേ അർജുനന് മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല ഭഗവത്ഗീത അപ്പോൾ അവിടെ ഉപദേശിച്ചത്. അപ്പോഴത്തെ സാങ്കത്യം എന്ന് പറയുന്നത് അർജുനന് മോക്ഷമല്ല വേണ്ടത്. അർജുനന് മോക്ഷം വേണം അജ്ഞാനത്തിൽ നിന്ന്, തെറ്റിദ്ധാരണകളിൽ നിന്ന്. തൻ്റെ തെറ്റിദ്ധാരണകളിൽ നിന്ന് താനാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്, അതിൻ്റെ പാപമെല്ലാം തന്നെ ബാധിക്കും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങണം. അപ്പോൾ ശരിയായ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറയ്ക്കണം. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രവർത്തിക്കണം. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ തപസ് ചെയ്ത് ധ്യാനനിരതനായി ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടല്ല അവിടെ ഭഗവത്ഗീത ഉപദേശിച്ചത്. ഭഗവാനെ സംബന്ധിച്ച് അവിടെ യുദ്ധം നടന്നാലും ഇല്ലെങ്കിലും ഭഗവാനെ സംബന്ധിച്ച് ഒരു നഷ്ടവുമില്ല, ലാഭവുമില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച്ച കർമ്മണി. എനിക്ക് 3 ലോകത്തിൽ ഒന്നും പ്രാപിക്കാനുമില്ല, നഷ്ടപ്പെടാനുമില്ല, പ്രാപിക്കേണ്ടതായിട്ടുമില്ല. എന്നിട്ടും ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാണും. ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകത്തെ വ്യവസ്ഥയോടുകൂടി നിർത്താൻ വേണ്ടിയിട്ട്, ധർമ്മത്തെ നിർത്താൻ വേണ്ടിയിട്ടാണ്, ലോകസംഗ്രഹത്തിനായിക്കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം, അർജുന നീയും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കർമ്മമോക്ഷായ കർമാണി വിദത്തെ, കർമ്മത്തിൽ നിന്നുള്ള മോക്ഷത്തിനായിട്ട് തന്നെയാണ് ഇവിടെ കർമ്മങ്ങൾ വേദം വിധിച്ചിരിക്കുന്നത്. വേദവിഹിതമായ കർമ്മം നമ്മളെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള കർമ്മങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ അകർമ്മമോ വികർമ്മമോ ചെയ്താൽ അത് ബന്ധന കാരണം ആകും. അതുകൊണ്ട് വേദം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക. നാചരേദ്യസ്തു വേദോക്തം സ്വയമജ്ഞോ അജിതേന്ദ്രിയഃ വികർമ്മണാ ഹ്യധർമ്മേണ മൃത്യുമുപൈതി സഹ. നാളെ കാണാം. ഈ ആശയം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നാളെ വിശദമാക്കാം കൂടുതൽ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. ഹരി ഓം.